ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള എല്ലാവർക്കും മനോജ് 108 എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടൻറ്റ് നമ്മൾ ഒരാളുടെ ഗ്രഹനില നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേന് ആ പർട്ടിക്കുലർ വ്യക്തി അറേഞ്ച് മാരേജ് ആണോ, ലവ് മാരേജ് ആണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുമെന്ന് നമുക്ക് ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട 4 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഈ കാണിക്കുന്ന ചാർട്ടിൽ ഇതിൻ്റെ ജന്മരാശി അല്ലെങ്കിൽ ലഗ്നം ഇടവമാണ്. അപ്പോൾ ഇതിൻ്റെ 1-ാം ഭാവം ഇടവം രാശിയാണ്, 2-ാം ഭാവം മിഥുനം, 3-ാം ഭാവം കർക്കിടകം, 4-ാം ഭാവം ചിങ്ങം, 5-ാം ഭാവം കന്നി, 6-ാം ഭാവം തുലാം, 7-ാം ഭാവം വൃശ്ചികം, 8-ാം ഭാവം ധനു, 9-ാം ഭാവം മകരം, 10-ാം ഭാവം കുംഭം, 11-ാം ഭാവം മീനം, 12-ാം ഭാവം മേടം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ജ്യോതിഷത്തിലൂടെ നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അസ്ട്രോളജിയിൽ 1-ാം ഭാവവും 2-ാം ഭാവവും 5-ാം ഭാവവും 7-ാം ഭാവവും ഈ 4 ഭാവങ്ങൾ തമ്മിൽ മ്യൂച്വൽ ആസ്പെക്റ്റോ കൺജങ്ഷനോ വരുമ്പോഴത്തേനാണ് ചാർട്ടിൽ ലവ് മാരേജ് കണ്ടുപിടിക്കുന്നത്. പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങളാണ് ഇതിന് കാരണമാകുന്നത്: ശുക്രന്, കുജന്, ചന്ദ്രന്. ഈ ശുക്രന്, കുജന്, ചന്ദ്രന് 1-ാം ഭാവത്തിലോ 2-ാം ഭാവത്തിലോ 5-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ഈ വ്യക്തി അയാളുടെ ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത് അയാളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന എൻവയറമെൻറ്റിലോ ആയിരിക്കുമെന്ന്. പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷനാണ് 6th ലോർഡ്. ഓക്കെ, 6-ാം ഭാവാധിപന് 8-ലോ 5-ലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന എൻവയറമെൻറ്റിലോ നിന്നായിരിക്കും അയാളുടെ ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ ഗ്രഹനില നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേന് ആ പർട്ടിക്കുലർ വ്യക്തി അറേഞ്ച് മാരേജ് ആണോ, ലവ് മാരേജ് ആണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സംഭവിക്കുമെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് 4 ഭാവങ്ങൾ വെച്ചാണ്. 1-ാം ഭാവവും 2-ാം ഭാവവും 5-ാം ഭാവവും 7-ാം ഭാവവും. ഈ 4 ഭാവങ്ങൾ മ്യൂച്വൽ കൺജങ്ഷനോ ആസ്പെക്റ്റോ വരുമ്പോഴത്തേനാണ് ആ പർട്ടിക്കുലർ വ്യക്തി ലവ് മാരേജിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങളും 9 കോമ്പിനേഷനുമാണ് ലവ് മാരേജ് വേദിക് അസ്ട്രോളജിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ ശുക്രന്, കുജന്, ചന്ദ്രന്. ഈ ശുക്രന്, കുജന്, ചന്ദ്രന് 1-ാം ഭാവത്തിലോ 2-ാം ഭാവത്തിലോ 5-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ആ പർട്ടിക്കുലർ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് അയാളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ആയിരിക്കുമെന്ന്. അപ്പം ഫസ്റ്റ് കോമ്പിനേഷന് നമ്മളൊരു ചാർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നാധിപൻ 5-ൽ പോവുക അല്ലെങ്കിൽ 5-ാം ഭാവാധിപൻ ലഗ്നത്തിൽ വരിക. ഈ ഒരു കോമ്പിനേഷനാണ് ലവ് മാരേജ് സംഭവിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന 8 കോമ്പിനേഷൻ പ്രധാനപ്പെട്ടതാണ്. അതിൽ രണ്ടാമത്തത് 7-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായിട്ട് ക്ലോസ് കൺജങ്ഷനോ മ്യൂച്വൽ ആസ്പെക്റ്റോ അത് 1-ാം ഭാവത്തിലോ 2-ാം ഭാവത്തിലോ 3-ാം ഭാവത്തിലോ 5-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വ്യക്തി അയാളുടെ ലൈഫ് പാർട്ട്ണറെ അയാളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന എൻവയറമെൻറ്റിലോ നിന്നായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശുക്രന്. ആ ശുക്രൻ്റെ കൂടെ യുറാനസും ഔട്ടർ പ്ലാനറ്റായ യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും കൺജങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 2-ാം ഭാവത്തിലോ 1-ാം ഭാവത്തിലോ 5-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ നിന്ന് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വ്യക്തി അയാളുടെ റിലേഷൻഷിപ്പ് ലവ് മാരേജ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ശുക്രനും ചന്ദ്രനും കുജനും ചന്ദ്രൻ ഒറ്റയ്ക്കും 5-ാം ഭാവത്തിൽ നിൽക്കുക. അതുപോലെ തന്നെ ശുക്രന് കേതു, ശുക്രന് രാഹു, ഇവ ഗ്രഹങ്ങൾ 1, 2, 5, 7 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ലവ് മാരേജോ ജീവിതത്തിൽ സംഭവിക്കും. അല്ലാതെ ഒരു അറേഞ്ച് മാരേജ് വരാനുള്ള ഒരു വകുപ്പും ആ ഗ്രഹനിലയിൽ കാണത്തില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള 3 രാശിയാണ് മീനൻ രാശിയും ഇടവൻ രാശിയും തുലാൻ രാശിയും. അപ്പം ഈ
മീനം, ഇടവം, തുലാം രാശിയിൽ ഞാൻ ഈ പറയുന്ന കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-ാം ഭാവത്തിലോ 2-ാം ഭാവത്തിലോ 5-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ അവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അപ്പം അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർട്ട്ണറെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കഴിവ് ജന്മനാൽ അവരുടെ രാശിയിലുണ്ട്. അതുകൊണ്ട് ശുക്രനും ചന്ദ്രനും കുജനും ഈ തുലാൻ രാശിയിലോ മീനൻ രാശിയിലോ ഇടവൻ രാശിയിലോ 1, 2, 5, 7 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർട്ട് കാണുമ്പോഴേ പറയാം ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം മുമ്പിലോട്ട് പോകുന്നത് ലവ് മാരേജിലൂടെ ആയിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഞാൻ വെദിക് അസ്ട്രോളജിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഈ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. Anyway, thank you so much for your time. See you next.